അപ്പോൾ ദേ റമദാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാനും മേരിയും കൂടി ഇതേ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. പിറ്റേ ദിവസം നോമ്പ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇതേ സ്ട്രീറ്റിലൊക്കെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നേ. ഈ പ്രോഗ്രാമിന്റെ പേരറിയാവുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്താണേലും സംഭവം നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അതേ നിന്ന് കറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ജോബിനെ അവിടെ പനിച്ച് വിറച്ച് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റിലൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതേ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. പിന്നെ അതേ ഞങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് സ്ട്രീറ്റിൽ ഫുള്ള് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ അവർ സെല്ല് ചെയ്യുവാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ട്രീറ്റിൽ കൂടിയിട്ട് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നടക്കാൻ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ എത്തിച്ചേർന്നത് ബംഗാളി മാർക്കറ്റിലാണ് ഗൈസ്. അവിടെ മൊത്തം ബംഗാളികളാണ്. പിന്നെ നമുക്ക് അവിടെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അത് നമുക്ക് വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറേ പച്ചക്കറികളും കുറേ സാധനങ്ങൾ, കാരണം ഇനി നമുക്കങ്ങനെ നമ്മുടെ ഡ്യൂട്ടീൻ്റെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എപ്പോഴും ഇനി ഫ്രൂട്ട്സ് വാങ്ങിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി കണക്കാക്കി നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 കയ്യിലും നിറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല വെയിറ്റും ഉണ്ടായിരുന്നേ. പിന്നെ അതേ വരുന്ന വഴിക്ക് ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയും കൂടി വാങ്ങിച്ച് റൂമിൽ വന്നിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു റമദാൻ നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.